ചെറുപ്പത്തിൽ കേബിൾ ടി വിയിൽ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഞാൻ കാണുകയും പിന്നീട് എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റിലേക്ക് കയറി പറ്റുകയും ചെയ്ത ഒരു സിനിമയാണ് 1987 ഇറങ്ങിയിട്ടുള്ള അർണോൾഡ് അണ്ണൻ തകർത്ത് അഭിനയിച്ചിട്ടുള്ള പ്രെഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇന്നും ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു മടുപ്പോ കാര്യമൊന്നും തോന്നില്ല. വളരെ എൻ്റർടൈനിങ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അത്. പിന്നീട് ഈ സിനിമയുടെ സീക്വൽസ് പല തവണ ഇറങ്ങി. പ്രെഡേറ്റർ 1, 2, പ്രെഡേറ്റർ വേഴ്സസ് ഏലിയൻസ്, അങ്ങനെ പല പടങ്ങളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിനോടൊത്ത് എൻ്റർടൈൻമെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ആ സിനിമകൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ അന്ന് യാദൃശികമായിട്ട് പ്രെഡേറ്റർ കണ്ടതുപോലെ വലിയ പ്രതീക്ഷയില്ലാതെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു പടമാണ് ഇപ്പോൾ റിലീസായിട്ടുള്ള പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. 1987 പ്രെഡേറ്ററിന് തൊട്ട് താഴെ തന്നെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവന്മാർ പടച്ചു വിട്ടിട്ടുള്ളത്. മേക്കിംഗ് ലെവല്, BGM, സിനിമാറ്റോഗ്രാഫി എല്ലാം ടോപ്പ് നോച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള പ്രെഡേറ്ററിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് സീക്വൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മുന്നേ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ പോലെ സിനിമയായിട്ട് ഓഡിയൻസിന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ വർക്കൗട്ട് ആവുള്ളൂ. ആ ഒരു സംഭവം ഈ ഒരു സിനിമയിൽ തീർച്ചയായും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹോളിവുഡിൽ F1 ശേഷം ഇറങ്ങിയ സിനിമകളിൽ ഒരു വാവ് ഫാക്ടർ തോന്നിയിട്ട് ഉള്ള ഒരു സിനിമയാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഇത് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് അധികം തിയേറ്ററുകളിലൊന്നും ഇല്ല. അപ്പം എല്ലാവരും പറ്റുവാണെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒന്നും പ്രതീക്ഷിച്ച് അവിടെ പോയത്. ഒരു നോർമൽ നല്ലൊരു സിനിമ നമുക്ക് തിയേറ്ററിൽ നിന്ന്, നല്ല എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. കൂടുതൽ മൂവി റിവ്യൂസ്, സജഷൻസ്, ലൈഫ് സ്റ്റൈൽ ടിപ്സ് ഒക്കെ വേണമെങ്കിൽ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രെഡേറ്റർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.